ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ നിന്നിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട്, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു കറന്റ് എനർജി എന്താണ്? അവരിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്കത് പോസിറ്റീവ് ആണ് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു ചീറ്റിംഗ് നേരിട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്യാത്തവർ സ്ട്രെസ് ചെയ്തിട്ട് കമ്പൽ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാനോ റെസനേറ്റ് ചെയ്യിക്കാനോ നോക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ ഒരു നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. ആ ഒരു പേഴ്സന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും അവരുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ ആ ഒരു സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഓർത്തുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ, നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അവരായിട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതായത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ വ്യക്തികളായിട്ട് നിങ്ങളുടെ പുറകെ നടന്നു തന്നെ സ്നേഹം വാങ്ങിയെടുത്തവരായിട്ടാണ് കാണുന്നത്. അവർ അവരുടെ സ്നേഹവുമായി നിങ്ങളിലേക്ക് വരികയും ഒരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളെ കമ്പൽ ചെയ്യുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങളെ അത്രത്തോളം സ്നേഹത്തിലേക്ക് വീഴ്ത്തി നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തികളാണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് തീർത്തും ഇപ്പോഴുള്ളതിനേക്കാൾ മറ്റൊരു രീതിയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവ രീതിയാണ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ ആ ഒരു സ്നേഹത്തിലെല്ലാം തന്നെ വിശ്വസിച്ച് ആ ഒരു വ്യക്തിയുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു ജീവിത യാത്രയിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ തയ്യാറെടുത്ത ഒരു വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് അങ്ങനെ ഇഷ്ടം പറഞ്ഞ് മുന്നോട്ട് പോയ ആ ഒരു ടൈമിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ, ആഘോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് യാത്ര പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ അറിയാതെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നത്. 7 ഓഫ് സോൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം ചതിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ നിങ്ങളുമായിട്ട് വഴക്ക്, പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എങ്ങനെയാണോ ആ ഒരു ടൈമിലെ പോലെയല്ല പിന്നീട് ആ ഒരു പേഴ്സന്റെ ക്യാരക്ടറുകളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. പല രീതിക്ക് ഇല്ലാത്ത പല കാരണങ്ങൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണ, പ്രശ്നങ്ങൾ, വഴക്ക്, പിടിവാശി, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ പല വ്യക്തികളും വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു.
ഒരു സൈഡിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പല രീതിയിൽ എന്താ പറയാ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു സൈഡിൽ നിങ്ങൾ ഇതൊന്നും അറിയാതെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാകാതെ കണ്ണ് തുറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിരുന്ന ഒരു കാര്യങ്ങൾ. പിന്നീട് നിങ്ങളുടെ ലൈഫിന്റെ മുന്നോട്ടേക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലേക്ക് പോയി. അവർ വേണ്ടത്ര പ്രാധാന്യം നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റു പല പ്രലോഭനങ്ങളിലേക്കും വഴങ്ങി അല്ലെങ്കിൽ മറ്റു പല പ്രലോഭനങ്ങളിലേക്കും അടിമപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ചതിച്ചിട്ട് തന്നെയാണ് അവർ ആ ഒരു ലൈഫിൽ നിന്ന് പോയത്. അവരുടേതായ കുറെ സന്തോഷങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകി നിങ്ങളുടെ ഇമോഷൻസിനൊന്നും യാതൊരു വാല്യൂവും തരാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു പേഴ്സൺ മാറിപ്പോയതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത്രത്തോളം നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും എല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ നിങ്ങളിൽ പല വ്യക്തികളും ഇവരോടുള്ള ആ ഒരു സ്നേഹമെല്ലാം നിങ്ങൾക്ക് പലപ്പോഴും പല സമയങ്ങളിലും വെറുപ്പ്, ദേഷ്യം അങ്ങനെ പല രീതിയിലേക്ക് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സണെ ഇനി ഒരിക്കലും തന്നെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും കൂടെ കൂട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇനി ഒരിക്കലും ഇവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പോലും നിങ്ങളിൽ പല വ്യക്തികളും തീരുമാനമെടുത്ത് മുന്നോട്ട് പോയവരാണ്. പക്ഷേ അത്രത്തോളം നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയവരാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് എന്നെങ്കിലും ഒരു സമയത്ത് ഒരു ചേഞ്ച്, ഒരു മാറ്റം സംഭവിച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുന്നവരെ തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പുറമേ നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഈ ഒരു പേഴ്സൺ ഇനി വന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അവരെ എനിക്ക് വേണ്ട, അവരെ എനിക്കിനി വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഈ ഒരു വ്യക്തി എല്ലാം തിരിച്ചറിഞ്ഞ് സ്വന്തം തെറ്റുകളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ പലരും ഈ വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവര് നിങ്ങളുടെ അടുത്ത് നിന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു രീതിയിലും മായ്ക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ്. അത്രത്തോളം വലിയൊരു വേദന അവര് നിങ്ങളെ ചീറ്റ് ചെയ്ത സമയത്ത് തന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്നത്. ഓക്കെ, അങ്ങനൊരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവിധ പ്രലോഭനങ്ങളിലേക്കും അകപ്പെട്ടിട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ണുനീരിനോ മനസ്സിനോ യാതൊരു പ്രാധാന്യവും നൽകാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു കറന്റ് എനർജി എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവർക്ക് പല രീതിയിലുള്ള ഫിസിക്കലി ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അവർ വളരെയധികം വീക്ക് ആയിട്ട് കാണുന്നുണ്ട്. പല രോഗങ്ങൾ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രോഗങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് പല രീതിയിൽ പല വഴിക്ക് ഫിനാൻഷ്യൽ ലോസ്, ഓക്കെ, സമ്പത്ത് വളരെ കൈവിട്ട് പോകുന്ന ഒരു രീതി, ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ആ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസ്, കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാമായിട്ട് അവരെ ഭയങ്കരമായിട്ട് അലട്ടി തുടങ്ങിയപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിച്ചു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളിലും ഒരു വ്യക്തത, ജീവിതമാകുന്ന ബുക്കിൽ നിന്നും അവര് സ്വയം ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ ഇത്രത്തോളം വലിയൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഫിനാൻഷ്യൽ ലോസ് കാര്യങ്ങൾ എല്ലാ രീതിക്കും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ മൈൻഡിൽ അവരുടെ തോട്ട്സിലൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ബാഡ് കർമ്മ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കൂടെ ഇവിടെ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ എത്രത്തോളം വലിയ വേദനയാണോ ഉണ്ടാകാവുന്നത്
അങ്ങേയറ്റം. അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധികളിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവര് തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങള്, ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ തന്നെ അവരുടെ കൂടെ നിന്ന വ്യക്തികള് ആരൊക്കെയാണോ നിങ്ങളിൽ നിന്നും പോയ സമയത്ത് അവർക്ക് ചുറ്റുപാടും അവർക്കൊരു സപ്പോർട്ട് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത്, ഏതൊക്കെ ധൈര്യത്തിലാണോ അവര് പോയത്, നിങ്ങൾ അവരുടെ വ്യക്തി എന്താ പറയാ, അവരുടെ ജീവിതത്തില് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വാല്യൂവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയാലും അവർക്കൊന്നുമില്ല, മറ്റു പലവരും അവരുടെ കൂടെ ഉണ്ട്, അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെന്നൊരു ചിന്തയിൽ തന്നെയായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് പോയത്. പക്ഷേ അവർക്ക് ഇങ്ങനെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചടി, ഒരു ബാഡ് കർമ്മ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ, ഇതെല്ലാം തന്നെ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം തന്നെ പതുക്കെ അവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് പല രീതിക്ക് റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, തല അല്ലെങ്കിൽ അവരുടെ ഹൃദയം. ഓക്കെ, അവർ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് അവരുടെ ഹൃദയം പ്രവർത്തിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണുനീര്, ഇതെല്ലാം അവരുടെ ഹൃദയത്തിനെ അലിയിപ്പിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ തല മാത്രമാണ് പ്രവർത്തിച്ചത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങളൊരു വലിയ ഭാരമാണ് എന്ന് തോന്നിയിട്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് അവർ പോയത്. പക്ഷെ ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കിനൊന്നും യാതൊരു വാല്യവും കൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന അത്രത്തോളം സ്വാർത്ഥരായിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണെങ്കിലും മറ്റെന്ത് കാര്യമായാലും ഒരു തരി പോലും മറ്റുള്ള ഒരാൾക്കും, അർഹമായിട്ടുള്ളവർക്ക് പോലും ഒട്ടും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവാതെ ഒരു പിടിച്ചു വെച്ചിരിക്കുന്ന അത്രത്തോളം ഒരു പിശുക്കനായ വ്യക്തി. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ അവർക്ക് വലിയൊരു തിരിച്ചടി അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒറ്റപ്പെടല്, അതുപോലെ തന്നെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഹൃദയം, അവരുടെ ഹാർട്ട് ചക്ര ഇപ്പോഴാണ് ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു റിയലൈസേഷന്റെ ഭാഗം എന്ന് പറയുന്നത്, അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അവരുടെ കൂടെ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു വ്യക്തികളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് അവരിൽ നിന്ന് അകന്നു തന്നെ നിൽക്കുകയാണ്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവം തന്നെയാണ് അതിനുള്ള കാരണം. അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ ഇവിടെ കാണുന്നത്. അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ നേടിയെടുക്കേണ്ടത് ആ ഒരു സമയത്ത് മാത്രം മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുക. സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഈ ഒരു സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തും കാണിച്ചത്. നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ പല വ്യക്തികളും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം. എന്ത് തന്നെയായാലും അതിലേക്കെല്ലാം അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു പേഴ്സൺ വന്നപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരുന്നത്. അത്രത്തോളം നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ച് നിങ്ങളെ കൊണ്ടുപോയ വ്യക്തികളാണ് അവര്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോയി. പക്ഷെ ആ ഒരു പേഴ്സന്റെ ആ ഒരു സന്തോഷം, കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണിൽ നിന്ന് നേടാനുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുത്തു എന്നൊരു തോന്നലോ മറ്റോ ഉണ്ടായപ്പോഴായിരിക്കാം അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ വീണ്ടും നിങ്ങളെക്കാൾ വലിയ മറ്റെന്തൊക്കെയോ പ്രലോഭനങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നു പെട്ടപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ യാതൊരു വാല്യവും തരാതെ പല കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് പോയതാണ് ഇവര്. ഓക്കെ, അപ്പൊ അത്രത്തോളം മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവരുടെ കൂടെ നിന്ന വ്യക്തികൾ ഇവരുടെ ഈ ഒരു സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് അവരായിട്ട് തന്നെ ഈ പറയുന്ന പേഴ്സണെ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ട് അവർ മാറിപ്പോയി. അത് സുഹൃത്തുക്കളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, അങ്ങനെ പല ആൾക്കാരുമായിട്ട് തന്നെ ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നന്നായി വരും എന്നൊരു ചിന്തയാ ഉള്ളത്. പക്ഷെ മറ്റു വ്യക്തികൾക്ക് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അവരെന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വാർത്ഥതാ സ്വഭാവം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ രീതിയിലേക്ക് പോയി. അങ്ങനെയൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ടു പോയി.
അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ട് കാണുന്നുണ്ട്. അവരവരുടെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒരുപാട് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരവരുടെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്ന ഒരു വ്യക്തികളല്ല നിങ്ങളുടേത്. എല്ലാവരുടെയും മുമ്പിൽ വളരെയധികം ഷൈൻ ചെയ്ത് വലിയൊരു നിലയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഒരു രീതിക്കും തകർന്നു പോകാത്ത മനസ്സുമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തന്റെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരോട് തന്റെ വിഷമങ്ങൾ പറയുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. പക്ഷെ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർ ജീവിതമാവുന്ന പാഠങ്ങൾ ഒരുപാട് പഠിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നിരന്തരമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് അവർ നേരിട്ട് വന്ന ഈ ഒരു തിരിച്ചടികൾ തന്നെയാണ് അതിനുള്ള വലിയ കാരണമായിട്ട് കാണുന്നത്. ഒരുപാട് തിരിച്ചടികൾ ജീവിതത്തിലേക്ക് നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ചേഞ്ചസ് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ റീബർത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർക്കൊരു പുനർജന്മം വേണമെന്ന് തന്നെയാണ്. കാരണം അവരുടെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ തന്നെയാണ് അവർക്ക് ഇത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവരെ എത്തിച്ചത് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വന്നു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു റീബർത്ത് ഒരു പുനർജന്മം വേണം. അത് അവരുടെ ക്യാരക്ടറിലാണെങ്കിലും അവരുടെ ജീവിതത്തിലായാലും ഒരു പുനർജന്മം വേണം. അതും ഒരു പരിശുദ്ധമായിട്ടുള്ള നല്ല മനുഷ്യനായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വൈറ്റ് കളർ ഡ്രസ് ഇട്ട ഒരു ആളുടെ രൂപമാണ് നമുക്കിവിടെ കാണുന്നത്. പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് അത് കാണുന്നത്. തീർത്തും ഒരു പരിശുദ്ധമായിട്ടുള്ള രൂപത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തോടു കൂടി തന്നെ ഇനി മുന്നോട്ടേക്ക് ജീവിക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട ഒരു കർമ്മ തന്നെയാണ് അവരെ ഇത്രത്തോളം മാറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. എഗെയിൻ നമുക്കിവിടെ വന്നിരിക്കുന്നത് തണ്ടർബോൾട്ട് തന്നെയാണ്. കർമ്മ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കൂടെ നിന്ന ആളുകൾ എല്ലാം തന്നെ അവരെ മാറ്റി നിർത്തുകയും അതോടൊപ്പം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ അവർ ചീറ്റ് ചെയ്തിട്ട് പോയെങ്കിലും ചിലപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ ഡയറക്റ്റ് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഈ കൂടെ നിന്ന ആളുകൾ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സണിൽ നിന്നും ഇവർ ഇത്രത്തോളം സ്ട്രഗിളിങ് നേരിട്ട സമയത്ത് അവർ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടും നിങ്ങൾ അവരെ തിരിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇവരുടെ ഈ ഒരു സ്വഭാവ വൈകല്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ തുറന്നടിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇവർക്ക് ഹേർട്ട് ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. സോറി, നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ അവരെ അത് ഹേർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത കൊണ്ടിട്ട് നിങ്ങൾ അവരെ തിരുത്താൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ഒരു തിരുത്താൻ തയ്യാറാകാതിരുന്ന കാരണവും ഈ ഒരു പ്രശ്നങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, തിരുത്തേണ്ട കാര്യങ്ങൾ ആ ഒരു സമയത്ത് തന്നെ തിരുത്തുക തന്നെ വേണം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ വളരെയധികം ഭയമായിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഇവരെ വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഇവർ ദേഷ്യപ്പെടുമ്പോൾ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ സൈലന്റ് ആവും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകുമോ എന്നൊരു പേടിയായിരുന്നു. നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ സ്നേഹം മേടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചപ്പോൾ ഇവർ നിങ്ങളിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവരിലേക്ക് അഡിക്റ്റ് ആയി. ഓക്കെ, ആദ്യമേ തന്നെ ഇവർ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങളാണ് ഇവരുടെ ലോകം എന്ന് പറഞ്ഞു വന്നെങ്കിൽ പിന്നീട് അവരുടെ ലോകത്തിലെ ഒരു വ്യക്തി മാത്രമായി നിങ്ങൾ മാറി. നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നേരെ തിരിഞ്ഞു വന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലോകം മുഴുവൻ ഈ ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പിന്നീട് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ ശബ്ദമുയർത്തി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള ഭയമായിരുന്നു. ഓക്കെ, അപ്പൊ കൂടെ നിന്ന മറ്റ് വ്യക്തികൾ ഇവരുടെ അടുത്ത് ഇതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ഒരു സ്വഭാവത്തിന്റെ, അതായത് നിരന്തരമായിട്ട് ഈ വ്യക്തികളുടെ ഇടപെടൽ മൂലം മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്ന പല തിരിച്ചടികൾ, നിരന്തരമായിട്ട് അവർ നേരിടേണ്ടി വന്ന തിരിച്ചടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പുനർജന്മം വേണം എനിക്കിനി, ഈ ഒരു ക്യാരക്ടറുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ആരും തന്നെ കൂടെ ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരെ ഒരു പുനർജന്മം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു പ്രചോദനം അവർക്ക് വരാനുള്ള കാരണം.
അഗെയിൻ തണ്ടർ ബോൾട്ട് ആണ് വന്നിരിക്കുന്നത്. വലിയൊരു തിരിച്ചടി അവർ നേരിട്ടു എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. അവരവരുടെ പാസ്റ്റിൽ പല കാര്യങ്ങളിൽ ഉടക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പല കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ തന്നെയാണ്. വി ആർ ദ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളും അവരും ചേർന്നിട്ടുള്ളതാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഇത്രയും നാള് അവർ നിങ്ങളിൽ നിന്ന് പോയ ഒരു സമയത്ത് അവരുടെ സ്വന്തം ലോകം നോക്കി പോയെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങള്, നിങ്ങളിലേക്ക് വന്ന ആ ഒരു സമയം, ഇതെല്ലാം ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങൾ ഒരു സമയത്ത് ഓർത്തിരുന്ന് വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഓർത്തിരുന്ന് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ ഒരു പാസ്റ്റിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങളും അവരുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ലോകം എഗെയിൻ വീണ്ടും പടുത്തുയർത്തണം. ആ ഒരു ചേഞ്ച് ആണ് അവർക്ക് വന്നിരിക്കുന്നത്. ഹാർമണി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പുറത്ത് ആരുടെ അടുത്തും പറയുന്നില്ലെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സ്റ്റാർട്ട് ചെയ്ത് തീർത്തും പുതിയതായിട്ട് ആ ഒരു വ്യക്തി വന്നിരുന്നെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കുവാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്കിവിടെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഹാർമണി, നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ, നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സന്റെ റീയൂണിയൻ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു സമയത്ത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്ന ഈ ഒരു ടൈമിൽ അവരിലേക്ക് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളോടുള്ള പ്രണയവും ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് വളരെയധികം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള പ്രണയത്തിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അത്രത്തോളം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഹീലിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഹാർട്ട് ചക്ര ഇപ്പോഴാണ് ഓപ്പൺ ആയി തുടങ്ങിയത് എന്നുള്ളത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഹീലിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഹാർട്ട് ചക്ര ഈ ഒരു ടൈമിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത്രയും നാളും ഓരോരോ തലകൊണ്ട് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. തലകൊണ്ട് ചിന്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഹൃദയം കൊണ്ട് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സൺ ഒരു ഹീലിംഗിന് സ്വയം തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിക്ക് അവർ അനുഭവിക്കേണ്ട ആ ഒരു കർമ്മ അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രപഞ്ചമായിട്ട് തന്നെ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അങ്ങനെ ഒരു തിരിച്ചടികളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന, അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവരിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ എന്തായാലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വയം ഹീലായിട്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ 4 ഓഫ് wands കിട്ടിയിട്ടുണ്ട്. അതുപോലെ ട്രസ്റ്റ്, ചേഞ്ച് ഒക്കെയാണ് വന്നിരിക്കുന്നത്. യെസ്, ആ ഒരു പേഴ്സണ് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സ് പോലെ തന്നെ അവരുടെ ഹൃദയവും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് അവരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം ഒരു മാറ്റങ്ങൾ വരുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ വളരെയധികം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഇത്രത്തോളം ചതിച്ചിട്ട് പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ ഇനിയും വിശ്വസിക്കാമോ, അല്ലെങ്കിൽ അവരെ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഒരു ചിന്തകളൊക്കെ നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ട്രസ്റ്റ് അത്രത്തോളം ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു കോണിൽ ആ ഒരു പേഴ്സൺ വളരെ നന്നായിട്ട് തന്നെ തിരിച്ചു വരും എന്നൊരു വിശ്വാസവും അതുപോലെ തന്നെ ഒരു ആഗ്രഹവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ ആഗ്രഹം മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ മാറ്റങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചേഞ്ചസ് എല്ലാം സംഭവിച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടത്. അവർക്ക് എന്തായാലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ തീർത്തും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടവരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം.
ലുക്ക് ഫോർ എ സൈൻ എന്ന് വന്നിട്ടുണ്ട്. റിക്കവറി വന്നിട്ടുണ്ട്. ഇറ്റ്സ് അപ് ടു യു എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവർക്ക് ഇത്രത്തോളം ചേഞ്ചസ് വന്നതൊന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണങ്ങി പോയിട്ടില്ല. എങ്ങനെ വിശ്വസിക്കും എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ, ആ ഒരു അടയാളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ ഏഞ്ചൽസ് ആയിട്ട് തന്നെ എത്തിക്കും. അത് നിങ്ങൾ കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിക്കവറി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷകരമായ ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു റിയൂണിയൻ വേണം, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിക്കവറിയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ തീരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. കാരണം നിങ്ങളാണ് ഇത്രത്തോളം ഒരു വേദനകളെല്ലാം സഹിച്ചത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവരിൽ ഇത്രത്തോളം മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു സിമ്പല് ഏഞ്ചൽസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ തീർത്തും അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ ഒരു തീരുമാനം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ വേണം ഇതിലൊരു തീരുമാനം എടുക്കുവാൻ. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു റിക്കവറി ഉണ്ടാകും എന്നാണ് ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.